എല്ലാവരെയും സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും പൂർണ്ണതയിലേക്കും മഹത്വത്തിലേക്കും ആനയിക്കുകയും ചെയ്യുന്ന മഹത്വവാനായ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പെന്തിക്കോസ്തി പെരുന്നാളിനെ സങ്കേതഭവനത്തിൽ വന്നിരിക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും പെന്തിക്കോസ്തി പെരുന്നാളിൻ്റെ അനുഗ്രഹം പ്രാപിപ്പാൻ ആഗ്രഹിച്ച് വന്നിരിക്കുന്നതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ആദ്യത്തെ പെന്തിക്കോസ്തി പെരുന്നാളിൽ 120 പേർ കാത്തിരുന്ന് പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ അന്നത്തെ ആ കാത്തിരിപ്പും നമ്മുടെ കാത്തിരിപ്പുമായിട്ട് പല കാര്യങ്ങളും വ്യത്യാസമുണ്ടല്ലോ. 120 പേർ ഒരു മാളികയിൽ കയറിയിട്ട് പിന്നെ അവർ പുറത്തു പോയിട്ടില്ല. ആ 120 പേരും ഒരേ മുറിയിൽ 10 ദിവസം ഒരുമനപ്പെട്ട് കാത്തിരുന്നപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് കിട്ടിയതായ ഒരുക്കമുണ്ട്, തയ്യാറെടുപ്പുണ്ട്. നമുക്ക് ഈ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ ദിവസവും ഒരുപോലെ ഒരുങ്ങുവാൻ ഒരുപോലെ കൂടാനും സാധിച്ചിട്ടില്ല. നമ്മുടെ ഒരുക്കത്തിന് കാത്തിരിപ്പിന് പല പരിമിതികളുണ്ട്. അതെല്ലാം പരിഹരിച്ചിട്ട് കർത്താവെ ഞങ്ങളോട് കരുണയുണ്ടാകണം, ഞങ്ങൾക്ക് ആത്മാവിനെ തരണം, ഞങ്ങളെ ആ കാത്തിരിപ്പിൻ്റെ ഒരുക്കക്കുറവിലെ ഞങ്ങളോട് ക്ഷമിച്ചിട്ട് ഞങ്ങളെല്ലാവരെയും ഒരുക്കണം എന്ന് ഇപ്പോൾ പ്രാർത്ഥിച്ച് 10 ദിവസത്തെ കാത്തിരിപ്പിൻ്റെ കുറവ് പരിഹരിക്കാൻ വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. അതിന് പെന്തിക്കോസ്തി പെരുന്നാളിൻ്റെ സന്ധ്യാ നമസ്കാരത്തിൽ വായിക്കേണ്ട വേദഭാഗം വായിച്ച് ഒരുക്കം പൂർത്തീകരിക്കുകയാണ്. ഇന്ന് മാത്രം വന്നവർ കണ്ടേക്കാം, പല ദിവസം വന്നവർ കണ്ടേക്കാം, എല്ലാ ദിവസവും വന്നവരും ഉണ്ടാകാം. നമ്മുടെ ഒരുക്കത്തിൻ്റെ നിലവാരം പല നിലയിലാണ്. അതെല്ലാം ഒരുപോലെ ആക്കുന്നതിന് ദൈവത്തിൻ്റെ കണ്ണയിൽ ആശ്രയിക്കുകയാണ്. നമുക്ക് അന്ന് കാത്തിരുന്ന 120 പേരെ അങ്ങോട്ട് ക്ഷണിച്ചു വരുത്താം. ആ 120 പേര് മാതാവിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് നമ്മുടെ ഒരുക്കക്കുറവ് പരിഹരിച്ച് നമ്മളെ ഒരുക്കമുള്ളവരാക്കാൻ കരുത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുകയാണ്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ഇഹലോ അങ്ങനെ നമ്മൾ തീരുമാനം പുതുക്കിയിരിക്കുകയാണ്. മാമ്മോദീസായിൽ നമ്മൾ പിശാചിനെ ഉപേക്ഷിച്ച് മെശിഹായെ സ്വീകരിച്ച് യേശുവിനെ അനുഗമിച്ചോളാം, കർത്താവിൻ്റെ സാക്ഷിയായിക്കൊള്ളാം എന്ന് വാക്ക് പറഞ്ഞവരാണ്. നമുക്ക് ആ വാക്ക് ഇതുവരെയും പൂർണ്ണമായി പാലിക്കാൻ കഴിയാമെന്ന് നമുക്ക് ക്ഷമ ചോദിക്കാം. കർത്താവ് ബേത്ലഹേമിൽ ജനിച്ചിട്ട് 30 കൊല്ലം രഹസ്യമായി ജീവിച്ച് ബേത്ലഹേമിൽ നിന്ന് വളർന്നു വന്ന് യോർദാൻ നദിയിൽ പ്രത്യക്ഷപ്പെട്ട് പിതാവിൻ്റെ പ്രസാദം ഏറ്റുവാങ്ങി ഇവനെൻ്റെ പ്രിയപുത്രനാണെന്നുള്ള ആ വലിയ അംഗീകാരം ലഭിച്ച ശേഷം പിശാചിൻ്റെ ആ പരീക്ഷയിൽ ജയിച്ചിട്ട് പരിശുശ്രൂഷ ആരംഭിച്ച് 3.5 കൊല്ലം പരിശീലിപ്പിച്ചതായ ശിഷ്യന്മാരുടെ ആ പരിശീലനമെല്ലാം നമുക്ക് ലഭിച്ച് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ കണ്ട 11 പേരും അതിനുശേഷം അവരോട് ചേർന്ന മത്യാസ് എന്ന് പറയുന്ന 12ാമത്തെ ആളും പരിശുദ്ധ മാതാവും ആ 120 പേരെ ഒരുങ്ങിയ ഒരുക്കത്തിൻ്റെ എല്ലാ അനുഭവവും നമ്മുടേതാകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ വിശുദ്ധ കുർബാനയിലും യേശുവിൻ്റെ ജീവിതത്തെ നമ്മൾ ഓർപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമ്പൂർണ്ണ സുവിശേഷ വേലയാണ് നമ്മുടെ ആരാധന എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഈ പെന്തിക്കോസ്തി പെരുന്നാളിൻ്റെ 1ാം ഘട്ടം എന്ന് പറയുന്നത് യേശുവിൻ്റെ നമ്മളിലുള്ളതായ ജീവനും ജീവിതവും സ്വർഗാരോഹണത്തോളം ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മുടെ ഉള്ളിൽ ജനിച്ച യേശു സ്വർഗാരോഹണം ചെയ്തെങ്കിലേ നമുക്ക് പെന്തിക്കോസ്തിയുള്ളൂ.
അപ്പോൾ ഇത് സഭയുടെ പെന്തിക്കോസ്തി പെരുന്നാളാണ്, അതെല്ലാ കൊല്ലവും ഉള്ളതാണ്, കഴിഞ്ഞ കൊല്ലവും നടന്നു. പക്ഷെ ഇത് നമ്മുടേതാകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ജനിച്ച യേശു സ്വർഗ്ഗാരോഹണം ചെയ്തിരിക്കണം. ആ യേശു പോയി നമ്മളുടെ തൻ്റെ ഉള്ളിൽ കിട്ടിയിരിക്കുന്ന പ്രാണക്കുട്ടികളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ നിർത്തി ഇങ്ങോട്ട് വിടുകയാണ്. അപ്പം നമുക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. നമ്മുടെ ശരീരത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോയ പ്രാണക്കുട്ടികൾ അവിടെ പോയി ശക്തി പ്രാപിച്ച് തിരികെ വന്ന് നമ്മുടെ അകത്ത് കയറിയാലേ ഇത് പരിശുദ്ധാത്മാവിന്റെ കുടിയിരിപ്പിന് ഭവനമാവുള്ളൂ. ചാർജ് ഇല്ലാത്തൊരു ബാറ്ററി പവർ പ്ലഗിലേക്ക് കുത്തിയിട്ട് അപ്പോൾ അത് ചുവന്ന ലൈറ്റ് കത്തും. ചാർജ് ആകാൻ അനേക മണിക്കൂറുകൾ അത് കുത്തി അവസ്ഥയിൽ ഇരിക്കേണ്ടി വരും. ചാർജ് ആയി കഴിയുമ്പം പച്ച ലൈറ്റ് കത്തും, അപ്പോൾ അത് ഊരിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ അകത്തെ ആത്മാവിൻ്റെ ചാർജ് പോയി കിടക്കുന്നു, അല്ലെങ്കിൽ ചാർജ് ആയിട്ടില്ലെങ്കിൽ ഇത്രയും നാളത്തെ നമ്മുടെ ജീവിതം ഇതിനെ ചാർജ് ആക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പുകളും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളുമായിരുന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ പച്ച ലൈറ്റ് കത്തണം, എപ്പോഴേ നമുക്ക് ഉപയോഗിക്കപ്പെടാൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അത് നമുക്ക് കാണാൻ സാധിക്കും, അറിയാൻ സാധിക്കും. നമ്മുടെ ആത്മാവിൻ്റെ നിലവാരം നമുക്ക് അളക്കാൻ സാധിക്കും. അതിനാണ് ഇൻഡിക്കേറ്റർ വെച്ചിരിക്കുന്നത്. ഇത്രയും നാളത്തെ നമ്മുടെ സഭാജീവിതത്തിൽ നമ്മുടെ പരിശുദ്ധാത്മ വ്യാപാരത്തിൻ്റെ പച്ച ലൈറ്റ് കത്തിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് ഇന്നും ചുവന്ന ലൈറ്റ് തന്നെയാണോ? ആ കുറവ് പരിഹരിച്ച് എല്ലാവരും പച്ച ലൈറ്റ് ആരായിട്ട് ദൈവസന്നിധിയിൽ ആത്മാവിനെ പങ്കിട്ട് 1000 തലമുറയ്ക്ക് വരെ കൊടുക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഭണ്ഡാരമായി അണക്കെട്ടായി മാറണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ ജീവചരിത്രത്തിൻ്റെ ആ ആവർത്തനം, അതിൻ്റെ തുടർച്ച നമ്മളിൽ ഉണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 15 മുതൽ 31 വരെ ഭാഗത്ത് യേശുവിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ മാംസം ധരിച്ച് വളർച്ച പൂർത്തിയായി കുരിശിൻ്റെ അനുഭവത്തിലൂടെ ഉയർപ്പിൻ്റെയും സുഖാരണത്തിൻ്റെ അനുഭവം വന്നു കഴിയുമ്പോഴാണ് പെന്തിക്കോസ്തിയുടെ അനുഭവം പൂർണ്ണമാകുന്നത്. യേശു ഈ ലോകത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ് സന്ധ്യാസമയത്ത് കഴിഞ്ഞ സന്ധ്യയ്ക്ക് നമ്മൾ വായിക്കേണ്ടതും ധ്യാനിക്കേണ്ടതുമായിരുന്നു. ആ കുറവ് ഇപ്പോൾ പരിഹരിക്കുകയാണ്. യോഹന്നാൻ 14 അധ്യായത്തിൻ്റെ 15 മുതൽ 31 വരെയുള്ള വേദോസ്തവങ്ങളൊക്കെ എടുക്കാം, നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 15 മുതൽ 31 വരെയുള്ള ഭാഗത്ത് യേശു അരുളി ചെയ്തു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. എന്നാൽ ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കും, അവൻ മറ്റൊരു കാര്യത്തിന് എന്നേക്ക് നിങ്ങളോട് ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഈ സത്യാത്മാവിനെ സ്വീകരിപ്പാൻ ലോകത്തിന് കഴിയുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. അപ്പം നമ്മളുടെ ഉള്ളിൽ ഇത്രയും നാളായിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കണ്ടിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിനെ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ലോകത്തിൻ്റെ ഒരു ഭാഗമാണ്, ലോകം പിശാചിൻ്റേതുമാണ്. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനയിൽ കിടക്കുന്നു. ആദാമും ഹവ്വയും പിശാചിന് വിറ്റുകളഞ്ഞ് അന്യാധീനപ്പെട്ടു പോയ ഒരു ലോകത്തിൽ നമ്മൾ പിറന്നു. നമ്മൾ ദൈവത്തിൻ്റെ ശത്രുക്കളായ പിശാചിൻ്റെ മക്കളായിട്ടാണ് പിറന്നത്. നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കണമെങ്കിൽ ആ പിശാചിനെ നമ്മൾ ഉപേക്ഷിച്ചെങ്കിലേ മതിയാവും. അപ്പോൾ ആദാമിൻ്റെയും ഹവ്വയുടെയും ജീവിതത്തിൽ പിശാചിനെ അവർ വഴി തുറന്ന് സ്വീകരിക്കുകയായിരുന്നു. ഏദൻ തോട്ടത്തിലേക്ക് അവരുടെ അവിശ്വാസം കൊണ്ടും അനുസരണക്കേട് കൊണ്ടും അത്യാഗ്രഹം കൊണ്ടും കൊതിക്കറവ് കൊണ്ടും വെളിയിൽ നിന്നിരുന്ന പിശാചിനെ അവർ പാമ്പിലൂടെ വലിച്ചു കയറ്റി ആ പാമ്പിന് അവരുടെ ഉള്ളിൽ ഇടം കൊടുത്ത് അങ്ങനെ ആദാമും ഹവ്വയും മോഹിച്ചെടുത്തതായ ആ വിലക്കപ്പെട്ട പഴം, ആ പഴം അവർക്ക് കൊടുത്ത ഒരു രുചിയുണ്ട്, ഒരു സുഖമുണ്ട്, രസമുണ്ട്. ആ രസം എന്ന് പറയുന്നത് തങ്ങളെയും തങ്ങളുടെ മക്കളെയും പിശാചിന് വിറ്റതിൻ്റെ ഒരു നിസ്സാരമായ വിലയായിരുന്നു. നിസ്സാരമായ ഒരു പ്രതിഫലത്തിന് നമ്മളെ മുഴുവൻ വിറ്റ് കളഞ്ഞതാണെന്നുള്ളതായിരുന്നു നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പനോ അമ്മയ്ക്കോ മക്കളെയോ അതിന് വസ്തുവകളൊക്കെ വിൽക്കാൻ ഒരു വിഷമവുമില്ല. അത് ശത്രുക്കൾക്ക് തന്നെയാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ നമ്മുടെ ആദ്യ മാതാപിതാക്കൾ നമ്മളെയും നമ്മുടെ അവകാശങ്ങളെയും നമുക്കുള്ള ഒത്തിരി അനുഗ്രഹങ്ങളെയും പിശാചിനെ അന്യാധാന്യപ്പെടുത്തിയ കേസ് കിടപ്പുണ്ട്. അത് നമ്മൾ ക്ഷമ ചോദിച്ചിട്ട്, കർത്താവെ, ഞങ്ങൾ പിശാചിൻ്റെ ലോകത്തിൽ പിറന്നവരാണ്, പക്ഷെ ഞങ്ങൾക്കൊരു ജീവിതം തരുവാൻ ഞങ്ങളെ സ്വർഗത്തിലെ പിതാവിൻ്റെ ഏകജാതൻ്റെ ജീവിത പങ്കാളിയാകുവാൻ തീരുമാനിച്ചതിന് നന്ദി. ഒരു ഗുണവും കണ്ടുകൊണ്ടല്ല, നമുക്കാരുമില്ല, നമുക്ക് ഒന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് ജീവിതം തരാൻ വേണ്ടി. അങ്ങനത്തെ കല്യാണാലോചന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പാവപ്പെട്ട പെൺകുട്ടി, രോഗിണി, ഒന്നുമില്ലാത്തതിന് ആരും കെട്ടാനില്ല. ഒരു രാജകുമാരൻ വിചാരിക്കുകയാണ് അവൾക്കൊരു ജീവിതം കൊടുക്കാൻ ഞാൻ അവളെ കെട്ടിയേക്കാം. എന്തൊരു വലിയ മഹാനുഷ്ഠതയായിരിക്കും. അതുപോലെ ഒരു സംഭവമായപ്പോൾ നടന്നിരിക്കുന്നത്. സ്വർഗത്തിലെ പിതാവായ മഹാരാജാതിരാജനായ ആ പിതാവായ ദൈവം തമ്പുരാനും ഒറ്റ മകനേ ഉള്ളൂ. ആ അപ്പനും മോനും കൂടെ ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ ഭൂമിയിൽ ഒറ്റ കുഞ്ഞില്ല ദൈവത്തെ ആരാധിക്കുന്നവർ. എല്ലാം ദൈവത്തിൻ്റെ ശത്രു, എല്ലാം ദൈവത്തെ വെറുക്കുന്നോ, എല്ലാം പിശാചിലേക്ക് കിടക്കുന്നു.
എന്നാൽ അവർക്ക് ദൈവത്തെ അറിയാനുള്ള അവകാശവുമുണ്ട്, ആ സാധ്യതയുണ്ട്. അവർക്കത് മനസ്സിലാകുന്നുമില്ല. അവർ കൊടികുത്തി പിശാചിനാൽ ഭരിക്കപ്പെട്ട് കൊടികുത്തി വാഴുന്ന രോഗിണിയും നഗ്നയും വിരൂപിയും കൊള്ളരുതാത്തവരുമായി പോയി ആർക്കും വേണ്ടാത്ത ഒരു ഇതിൽ പിശാച് പിഴിഞ്ഞു കുടിച്ച് പിശിടായിട്ട് കിടക്കുന്ന മനുഷ്യജാതിയുടെ പ്രാണക്കുട്ടികളെ രക്ഷിച്ച് യേശുവിൻ്റെ ജീവിത പങ്കാളിയാക്കാൻ തീരുമാനിച്ചത് എന്തൊരു വലിയ സ്നേഹമാണ്. നിങ്ങൾ ആരെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ? എന്നൊരു ഹല്ലേലൂയ പറയാവൂ. സ്വർഗത്തിലെ അപ്പച്ച, നീ എത്ര കരുണയുള്ളവനാ, എത്ര സൽഗുണപൂർണനാണ്. ഞങ്ങൾക്ക് ഒരു ഗുണവുമില്ലായിരുന്നപ്പോൾ, ഒരു സൗന്ദര്യമില്ലായിരുന്നപ്പോൾ, ഞങ്ങൾ സത്യത്തിന്റെ കയ്യിൽ കൊടുക്കപ്പെട്ട ഫിഷിഡായിരുന്നപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ജീവൻ നമ്മളെ സുന്ദരിമാരാക്കി സുന്ദരിയാക്കി കെട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞ് സ്വർഗത്തിലെ കോടതിയിൽ കേസും പറഞ്ഞ് നടക്കുന്ന ഇങ്ങനെ ഒരു നല്ല പുത്രനെ നിങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ? പുത്രൻ തമ്പുരാൻ ഇമ്മാനുവേൽ ചാനൽ നന്ദി പറഞ്ഞാട്ട്. അങ്ങനെ ആ പിതാവും പുത്രനും തന്റെ ആത്മാവിനെ നമുക്ക് നമ്മളെ തന്നേക്കുള്ളവരാക്കുകയാണ്. അപ്പോൾ നമ്മൾ പിശാചിൻ്റെതായി പോയപ്പോൾ വില കൊടുത്ത് നമ്മളെ തിരികെ വാങ്ങിച്ച് ദൈവത്തിന്റെ സ്വന്തമാക്കിയിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി എത്രയോ വർഷങ്ങളായി ബന്ധപ്പെട്ട് കൃപായുഗത്ത് വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ആവശ്യിച്ച് നമ്മുടെ മുദ്രയിട്ട് ദൈവത്തിന്റെ വകയാണ് നമ്മൾ പറഞ്ഞ് വിവാഹ നിശ്ചയം നടത്തി കയ്യ മോതിരം കൂടെ ഇട്ടാലേ കല്യാണം നടക്കുള്ളൂ. നമുക്ക് അർഹതയില്ലാഞ്ഞപ്പോൾ നമ്മളെ ശുദ്ധീകരിച്ച് രക്ഷിച്ച് നന്നാക്കി ചുവാക്കി കെട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞൊരു മോതിരം ഇട്ടതാണ്. പക്ഷേ മോതിരം ഊരി പോയി കാണും. പിശാച് പാവം ചെയ്യിപ്പിക്കും, മോതിരം ആദ്യം ഊരും, അവനത് കൈക്കലാക്കും. അതുകൊണ്ട് കർത്താവ് വന്നാൽ ആദ്യം നോക്കുന്ന മോതിരമാണ്. ഞാനിട്ട മോതിരം എന്തേ? അയ്യോ, അത് പോയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനിയും അത് ആദ്യം സൗജന്യമായി തന്നു, ഇനിയും വില കൊടുത്ത് ആ മോതിരം തട്ടാനെ പോയി കണ്ടു പണിയിച്ചിടണമെന്നാണ് പറഞ്ഞത്. അതെവിടെയാ? വെളിപ്പാട് ദിവസം അങ്ങനെ ഒരു വചനമുണ്ട്. നമുക്ക് ദൈവം സൗജന്യമായ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു. ശത്രുവായിരുന്നപ്പോൾ നമ്മളെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവിനെ തന്ന് നമ്മുടെ മേൽ മുദ്രയിട്ട് കയ്യ മോതിരം ഇട്ടേച്ച് പോയതാണ്. നമുക്കിതിനകത്തേക്ക് ഒരു നന്ദിയില്ല, ഒരു ബോധവുമില്ല. വീണ്ടും ആ മോതിരവും കളഞ്ഞേച്ച് നടക്കുക. അപ്പൊ ഇന്ന് കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമെങ്കിൽ നമ്മുടെ കയ്യിലെ മോതിരം നോക്കും, മോതിരം ഉണ്ടോന്ന്. ഇല്ലെങ്കിൽ വില കൊടുത്ത് മോതിരം വാങ്ങിച്ച് കയ്യിലിടണം. അത് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. കർത്താവ്, ഞങ്ങൾക്ക് ഈ പരിശുദ്ധാത്മാവിനെ കാണാനൊത്തിട്ടില്ല. പഴയ നിയമത്തിലെ റിബേക്കയ്ക്ക് എലിയാസാറിനെ കാണാൻ കഴിഞ്ഞോ? എലിയാസാർ വന്ന് റിബേക്കയും കൂട്ടിക്കൊണ്ട് ഇസ്ഹാക്കിന്റെ അടുത്തേക്ക് പോവുകയായിരുന്നു. അതുപോലെ പരിശുദ്ധാത്മാവാകുന്ന എലിയാസാറിനെ കണ്ട് ആ എലിയാസാറിനോടൊപ്പം സ്വർഗീയ മണവാളനായ യേശു നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഇടത്തിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടു പോകാൻ പരിശുദ്ധാത്മാവെന്ന എലിയാസാറിനെ കാണുകയും വേണം, അനുസരിക്കുകയും വേണം, വേറെ ഒന്നും നോക്കുകയരുത്. ആ താഴോട്ട് കുനിഞ്ഞിരുന്ന് ഇസ്ഹാക്കിനെ ധ്യാനിച്ചുകൊണ്ട് പോയ ആ റിബേക്കയെ പോലെ നമ്മുടെ ജീവിതയാത്ര യേശുവിന് വേണ്ടിയാണെന്നുള്ള ഉറപ്പ് വരുത്തി നഷ്ടപ്പെട്ടു പോയ മോതിരം തിരികെ വാങ്ങിക്കാൻ വേണ്ടി, വില കൊടുത്ത് വാങ്ങിക്കാൻ വേണ്ടിയാണ് നമ്മൾ കണ്ണുനീരും നമ്മുടെ മഹത്വവും നമ്മുടെ ശക്തിയും എല്ലാം കൊടുത്ത് നമുക്ക് മോതിരം പണിയിച്ചു തരാനായിട്ട് കർത്താവ് സഭയിൽ ധ്യാനമന്ദിരങ്ങളിൽ ദേവാലയങ്ങളിൽ ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ മോതിരം വാങ്ങിക്കാനായിട്ട് മോതിരക്കട വന്നിരിക്കുക. മോതിരം വേണോ? വേണമെന്ന് വാങ്ങിക്കാം. അതിനുവേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. തോമസ് പ്രാർത്ഥിക്കാം. വന്നിരിക്കുന്നവരുടെ കേസുകൾ ദൈവസന്നിധിയിലേക്ക് വിട്ട് മാമോദീസായിലെ പ്രതിജ്ഞ പുതുക്കി നഷ്ടപ്പെട്ടു പോയ മോതിരം ഞങ്ങൾക്ക് തിരികെ കെട്ടണം. ഞങ്ങൾക്ക് ഇതുവരെയും പരിശുദ്ധാത്മനെ കാണാനൊത്തിട്ടില്ല, അനുസരിക്കാനൊത്തിട്ടില്ല. ഞങ്ങൾ ശത്രുവിൻ്റെ കയ്യിൽ തന്നെയാണ്. ഞങ്ങൾക്ക് ആ മോതിരം തിരികെ കിട്ടണം. ഞങ്ങളുടെ മുദ്ര പുതുക്കി കിട്ടണം. ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ നിന്ന് കാണണം, പരിശുദ്ധാത്മാവിൽ നിറയണം, ആ പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം. എന്നിട്ട് റിബേക്ക ആ എലിയാസാറിന്റെ കൂടെ പോയ പോലെ ഇനിയുള്ള ഞങ്ങളുടെ ജീവിതയാത്ര സ്വർഗത്തിലെ കല്യാണ മണ്ഡപത്തിലേക്കാണ് എന്നുള്ള ബോധത്തിൽ വന്നിരിക്കുന്നവരുടെ എല്ലാം പ്രതിനിധിയായി ഒരാൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 15 തിരുവചനങ്ങൾ 1 മുതൽ 14 വരെ. പുസ്തകമുള്ളവർക്ക് എടുക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായത്തിന്റെ 1 മുതൽ 14 വരെ പെന്തിക്കോസ്തി പെരുന്നാളിൽ വിശുദ്ധ കുർബാനയ്ക്ക് വായിക്കാനുള്ള വേദഭാഗമാണിത്. ഇത് നമ്മുടെ മാമോദിസ മുതൽ നമ്മൾ യേശുവിനെ ശരിക്കും വളർത്തിയോ, ഫലം കായ്ക്കുന്നുണ്ടോ? ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ പുതിയ വീഞ്ഞ് കുടിച്ച് സന്തോഷിക്കേണ്ടവരാണ്. പക്ഷെ ആ പുതിയ വീഞ്ഞ് നമുക്ക് തരേണ്ട മുന്തിരിക്കൊലയെ വഹിക്കുന്ന മുന്തിരിയുടെ കമ്പുകളും അതിന്റെ ചുവടുകളും ഒക്കെ വളരെ നേരത്തെ വളരേണ്ടതായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ നമ്മുടെ സഭാജീവിതത്തിലൂടെ മുന്തിരി കൃഷിയിൽ
വിളഞ്ഞിരിക്കുന്ന മുന്തിരി കൊലകളെ പിഴിഞ്ഞെടുത്ത് ചാറാക്കി അത് നമ്മളിന്ന് കുടിക്കാൻ പോവുകയാണ്. അപ്പൊ അതിന് ഈ പെന്തിക്കോസ്ത് പെരുന്നാളിൽ ആർക്കെങ്കിലും അനുഭവം കിട്ടിയില്ലെങ്കിൽ എന്റെ അർത്ഥം നിങ്ങളുടെ മുന്തിരി ഇതുവരെയും ഫലം കായ്ച്ചിരുന്നു. കഴിഞ്ഞ കർത്താവിന്റെ ജനന പെരുന്നാൾ മുതൽ ഈ മുന്തിരി കൃഷിക്ക് വളമിടുകയും ശുശ്രൂഷിക്കുകയൊക്കെ ആയിരുന്നു. ഇന്ന് വിളവെടുപ്പാണ്. വിളവെടുത്ത് ചക്കിലിട്ട് ഞെക്കി ആ വീഞ്ഞ് ഊറ്റിയെടുത്ത് നമ്മളെല്ലാവരും കഴിച്ച് പുതിയ വീഞ്ഞ് കുടിക്കുന്ന അതിന്റെ ആത്മീയ ലഹരിയിൽ പാപത്തെ ഉപേക്ഷിച്ച് നന്മ ചെയ്യുന്നവരായി തീരാൻ വേണ്ടിയാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നവർ മുന്തിരിയുടെ കാര്യമാണ് ഇപ്പോൾ വായിക്കുന്നത്. നമ്മുടെ മുന്തിരി കൃഷി എത്രത്തോളമായി? മുന്തിരി കൃഷിയുടെ ഏറ്റവും അവസാനത്തെ ഘട്ടമാണ് അതിന്റെ പഴങ്ങൾ ശേഖരിച്ച് ചാറെടുത്ത് വീഞ്ഞുണ്ടാക്കുക എന്നുള്ളത്. ആ പണിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിന് തടസ്സമായ ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവ മുറിച്ചു കളയുമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ നമ്മുടെ ഏതെങ്കിലും വശം മുറിഞ്ഞു പോയെങ്കിൽ അത് ഫലം കായ്ക്കാത്ത വശമായിരുന്നാണ് എൻ്റെ അർത്ഥം. ക്യാൻസർ വന്ന് നമ്മൾ ചില അവയവങ്ങൾ മുറിച്ചു കളയേണ്ടി വരുന്നു. രോഗം വന്ന ചില വശങ്ങൾ നശിച്ചു പോകുന്നു. അതിന് കാരണം എന്താണ്? നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ കുടിയിരിപ്പിന്റെ ഭവനം ആകാതെ അത് ഫലം കായ്ക്കാത്ത വശമായി മാറിയെങ്കിൽ അതിനെ മുറിക്കാൻ നിർബന്ധിതമാകും. ബാക്കിയെങ്കിലും ജീവിക്കട്ടെ എന്ന് വിചാരിച്ചാൽ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ മുറിക്കലും തകർക്കലും ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഫലം കായ്ക്കുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ യേശുവിൽ വസിക്കണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതിന് ഈ പെന്തക്കോസ്ത് പെരുന്നാളിന്റെ ഏറ്റവും അവസാനത്തെ ഒരുക്ക ശുശ്രൂഷയാണിത്. ഈ വിശുദ്ധ കുർബാനയോടുകൂടെ സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ വരെ നമ്മൾ കാണണം. സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ കണ്ടതിന് ശേഷമേ പെന്തക്കോസ്ത് ഉള്ളൂ. അത് കാണാനുള്ള തടസ്സങ്ങൾ മാറ്റാൻ വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. യേശു അരുളി ചെയ്തു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് കൃഷിക്കാരനുമാകുന്നു. എന്നിലുള്ളതായ ഫലം നൽകാത്ത എല്ലാ ശാഖകളും അവൻ മുറിച്ചു കളയുന്നു. ഫലം നൽകുന്നവ അധികം ഫലം നൽകത്തക്ക വിധം വെട്ടിയൊരുക്കുന്നു. ഞാൻ സംസാരിച്ചിട്ടുള്ളതായ വചനം നിമിത്തം നിങ്ങൾ നേരത്തെ തന്നെ വിശുദ്ധരാകുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിലും വസിക്കും. ശാഖ മുന്തിരിച്ചെടിയിൽ സ്ഥിതി ചെയ്യാതെ ഇരുന്നാൽ അതിന് ഫലം നൽകുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിക്കാതെ ഇരുന്നാൽ നിങ്ങൾക്ക് ഫലം നൽകുവാൻ കഴിയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാകുന്നു. ഒരുവൻ എന്നിലും ഞാൻ അവരിലും വസിച്ചാൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നാൽ എന്നെ കൂടാതെ ഒന്നും ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവരെ ഉണങ്ങിയ ശാഖ പോലെ പുറത്തേക്ക് എറിയുകയും ദഹിപ്പിക്കുവാൻ അഗ്നിയിലിടുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വചനങ്ങൾ നിങ്ങൾ വസിക്കുകയും ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്നതെന്ത് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ വളരെ ഫലം പുറപ്പെടുവിക്കുകയും എന്റെ ശിഷ്യന്മാരായി തീരുകയും ചെയ്യുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. എന്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു. എന്റെ സ്നേഹത്തിൽ വസിക്കുകയും ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ചു അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങളും എന്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. എന്റെ ആനന്ദം നിങ്ങളിൽ ഇരിക്കുവാനും നിങ്ങളുടെ ആനന്ദം സമ്പൂർണ്ണമാകുവാനുമാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്നാണ് എന്റെ കൽപ്പന. ഒരുവൻ സ്നേഹിതന്മാർക്ക് വേണ്ടി തന്നെ ജീവൻ ഉപേക്ഷിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതെല്ലാം ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതരായിരിക്കുന്നതാൻ അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ വിശ്വാസപ്രമാണം പുതുക്കുന്ന ഈ സമയം പിതാവിലും പുത്രനും ഉള്ളതായ വിശ്വാസം നമ്മൾ പുതുക്കി പരിശുദ്ധാത്മാവിലും സഭയിലുള്ള നമ്മുടെ വിശ്വാസം പുതുക്കുന്ന ഈ സമയം പെന്തക്കോസ്ത് പെരുന്നാൾ നമ്മൾ ഇന്ന് യാചിക്കാൻ പോകുന്ന കാര്യം. ഇന്നത്തെ പെന്തക്കോസ്ത് പെരുന്നാൾ നമ്മുടേതാകുന്നതിന് തടസ്സമായി നിൽക്കുന്ന എന്താണ്? വാഗ്ദത്ത നാടായ കനാൻ ദേശം, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം പരിശുദ്ധാത്മ നിറവിൻ്റെ പർദീസായുടെ എല്ലാം പ്രതീകമായിരുന്നു. അപ്പം മിസ്രൈം വിട്ട് ചെങ്കടലിൽ കടന്ന് കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്ത ആ ദൈവമക്കൾക്ക് വാഗ്ദത്ത നാട് അവകാശമാക്കുന്നതിന് പല തടസ്സങ്ങൾ ചില വ്യക്തികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. യോശുവായ്ക്കും കാലേബിനും മാത്രമേ 40 കൊല്ലം കഴിഞ്ഞ് അവകാശഭൂമിയിൽ കയറാൻ സാധിച്ചുള്ളൂ. അത് കഴിഞ്ഞ് യോർദാൻ കടന്ന് അക്കരെ പറ്റി എരീഹോ കോട്ട അവർ പിടിച്ചു. പക്ഷേ ഹായ് കോട്ട പിടിക്കാനതില്ല. അങ്ങനെ ഓരോ ശത്രുക്കളുടെ കയ്യിലായിരുന്നു ഓരോ സ്ഥലങ്ങളും വാഗ്ദത്ത നാട്. അവയെല്ലാം പോരാടി എടുത്താൽ മാത്രമേ നമ്മുടേതാവുള്ളൂ. അപ്പം നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങൾ നമ്മളും നമ്മുടെ പൂർവികരും കൂടെ പിശാചിന് വിറ്റ് കളഞ്ഞു. അതിനെ വീണ്ടും തിരികെ എഴുതി വാങ്ങിച്ച് ഓരോന്നോരോന്നായി അവകാശപ്പെടുത്തുന്ന വലിയൊരു യുദ്ധമാണ് ഈ അഭിഷേക പ്രാർത്ഥന എന്നുള്ള ആരോപിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്ന് തിന്മയുടെ അവകാശം തീർത്ത് അത് ചോദിക്കുന്നതോറും പകരവും കൊടുത്ത് തിരികെ എടുത്ത് നമ്മുടെ പരാജയങ്ങൾ വിജയമാക്കി മാറ്റണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഒരു വ്യക്തിക്ക്, ഒരു കുടുംബത്തിന് സഭയെ മുഴുവൻ പരാജയപ്പെടുത്താൻ കഴിയും. എരിഹോ കോട്ട പിടിച്ചെങ്കിലും ഹായ് കോട്ട പിടിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ യോശുവ
നെടുമ്പാട് വീണ് കിടന്ന ഒരു ദിവസം പെണ്ണ് കരഞ്ഞു വിലപിച്ചു. ഇന്ന് നമ്മുടെ സഭയുടെ നല്ല ലാക്കുകൾ എത്തിച്ചേരാൻ കഴിയാതെ പരാജയപ്പെട്ട് കിടക്കുക. ഇന്ത്യയിലെ തോമാസ് ലീഹ നമ്മളെ ഏൽപ്പിച്ച യേശുവിൻ്റെ സുവിശേഷം, ആ സുവിശേഷത്തിൻ്റെ ദീപശിഖ നമ്മൾ കെടുത്തിക്കളഞ്ഞെങ്കിൽ ക്ഷമ ചോദിക്കണം. നമ്മളെ കണ്ട് ആരും സഭയിലേക്ക് വരുന്നില്ലെങ്കിൽ, സഭയിൽ നിന്ന് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയണം. അതെല്ലാം പരാജയ ലക്ഷണങ്ങളാണ്. 1-ാം നൂറ്റാണ്ടിലെ പെന്തക്കോസ്ത് പെരുന്നാൾ 3000 പേരെ നേടുവാൻ പത്രോസ്ലിയായി കഴിഞ്ഞു, സ്ലീഹന്മാർ കഴിഞ്ഞു. അത് 5000-ആയി, പിന്നെ ആയിരക്കണക്കിനായി. ഇന്ന് നമ്മളുടെ കഴിഞ്ഞ പെന്തക്കോസ്ത് പെരുന്നാൾ കഴിഞ്ഞ് ഒരാളെങ്കിലും നമ്മുടെ പള്ളിയിൽ ചേർന്നോ? ഒരാളെങ്കിലും നമ്മുടെ വീട്ടിൽ യേശുവിനെ കാണാൻ വന്നോ? ഇല്ലെങ്കിൽ അതൊരു പരാജയമായിരുന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ ജീവിതം വിജയമാണെങ്കിൽ, ആത്മനിറവുള്ളതാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ യേശു ഉണ്ടെന്ന് പറഞ്ഞാൽ അനേകർ കാണാൻ വരും. കപ്പർനഹൂമിലെ വീട്ടിൽ യേശു ഉണ്ടെന്ന് പറഞ്ഞാൽ ആ വീട് നിറച്ചാളുകൾ കൂടി. നമ്മുടെ പള്ളിയിലോ നമ്മുടെ ദേവാലയങ്ങളിലോ നമ്മുടെ സഭയിലോ കോടിക്കണക്കിന് പേരെ യേശുവിനെ കാണാൻ വരേണ്ടതായിരുന്നു. പക്ഷെ നമ്മുടെ പള്ളിയിലെ അടി കണ്ടിട്ട്, പള്ളിയിലെ വഴക്കുകൾ കണ്ടിട്ട് ഉള്ളവരങ്ങ് പോവുക. എന്നോട് ക്ഷമ ചോദിക്കണം. അതുകൊണ്ട് ഹായിപ്പട്ടണം പിടിക്കാനൊക്കെ അത് പരാജയപ്പെട്ടപ്പോൾ കർത്താവ്, ദൈവത്തിൻ്റെ ആത്മാവ് യോശുവയോട് പറഞ്ഞു, നീ ഇങ്ങനെ കിടന്ന് കരയുന്ന എന്തിനാ? ശാപം നിന്റെ ഇടയിൽ കയറിയിരിക്കും. ശാപം മാറ്റാതെ ദൈവം നിങ്ങളോട് ഇരിക്കുകയില്ല. ശാപം വന്നതില്ല, എതിരെയാ നീ തപ്പി കണ്ടുപിടിച്ചോളാൻ പറഞ്ഞു. അത് ദൈവത്തിന് ആരും വേറെ പ്രത്യേകത. നമ്മൾ തന്നെ തപ്പി കണ്ടുപിടിക്കണം ശാപം വന്ന വഴി. കർത്താവിനറിയാം നമ്മൾ തപ്പി കണ്ടുപിടിച്ചാലേ അതിനോട് നമുക്ക് അതിൻ്റെ വില എന്നാണെന്നോ അതിൻ്റെ ഗൗരവം എന്നാണെന്ന് മനസ്സിലാവുള്ളൂ. എല്ലാവരെയും ഗോത്രമായിട്ട് വിളിച്ചു വരുത്തി തപ്പ് തുടങ്ങി. തപ്പി അവസാനം ആരെ കണ്ടുപിടിച്ചു? ആഖാൻ എന്ന് പറഞ്ഞ ഒരുത്തിനെ കണ്ടുപിടിച്ചു. അവനെ വിലക്കപ്പെട്ടത് എടുത്ത് ദൈവത്തിൻ്റെ വചനത്തിനെതിരായി എന്തൊക്കെയോ ചെയ്തു കഴിഞ്ഞ് അവൻ്റെ അത്യാഗ്രഹവും അവൻ്റെ മോഷണവും ആ ഇസ്രായേൽക്കാർ 6 ലക്ഷം പേരെ അവരെ മുഴുവനും പരാജയപ്പെടുത്തി. ഒരൊറ്റ വ്യക്തിയുടെ ബലഹീനത സമൂഹത്തെ മുഴുവൻ പരാജയപ്പെടുത്താൻ ഇപ്പം നിങ്ങൾ യാചിക്കേണ്ടതാണ്. നല്ലൊരു പെന്തക്കോസ്ത് പെരുന്നാൾ ഞാൻ മുഖാന്തരം ഇത് ചീറ്റിപ്പോവല്ലേ? സാധിക്കാമോ? നമ്മുടെ വേഷം, നമ്മുടെ നിപ്പ്, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഇരിപ്പ്, ഇവയെല്ലാം ആർക്കെടുത്ത് വരാത്തതായിരിക്കും. മനസ്സിലായോ? ദൈവത്തെ നോക്കാനാണ് വരുന്നത്. പക്ഷേ നമ്മുടെ നഗ്നത കാണാനോ നമ്മുടെ ബലഹീനത കാണാനോ നമ്മുടെ വസ്ത്രധാരണമോ നമ്മുടെ ജീവിതമോ ഒതുകിയാൽ ശാപമായി തീരും. ദൈവമേ എനിക്ക് ശാപം വരല്ലേ എന്ന് പ്രാർത്ഥിക്കും. അനുഗ്രഹം കിട്ടിയില്ലേ ശാപം വരാതെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ അവരോരുത്തർ നല്ലവണ്ണം അടങ്ങി ഒതുങ്ങി നിന്നോണം. നല്ലവണ്ണം നിന്ന് പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ആഖാനെ പോലെ കർത്താവേ, ഞാൻ മുഖാന്തരം ഈ പെന്തക്കോസ്ത് പെരുന്നാൾ ചീറ്റിപ്പോകല്ലേ, അത് ഞാൻ സഹായി മാത്രമാകണമെന്ന് പറഞ്ഞ് യാചിക്കാവോ? ഓരോരുത്തരും സ്വയപരിശോധന ചെയ്ത് യാചിക്കാൻ പോവുക. ഞാൻ എൻ്റെ കുറവ് നിങ്ങളോട് 74-ാമത്തെ വയസ്സിൽ ഈ കളവൻ ഞാൻ മുഖാന്തരം നിങ്ങൾക്ക് ശാപം വരല്ലേ എന്ന് ഞാൻ കരയുകയാണ്, നിലവിളിക്കുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാവോ? ആരും ആരുടെയും കുറ്റം കാണാൻ അവരോരോ ശരി. എൻ്റെ വേഷം, എൻ്റെ നിപ്പ്, എൻ്റെ ഭാവം, എൻ്റെ നിപ്പ്, എൻ്റെ ആരാധന ആർക്കും ഇടർച്ചയാകരുത്, അത് അനേകർക്ക് അനുഗ്രഹമായി തീരണമെന്ന് പറഞ്ഞ് ഒന്ന് യാചിക്കാവോ? സഹോദരി സംഘങ്ങളെ, മാതാപിതാക്കളെ, ഗുരുക്കന്മാരെ ഞങ്ങളോട് ക്ഷമിക്കണം. ഈ ഗുരുവാരെ അംഗീകരിക്കപ്പെടുക എന്നുള്ളവർ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ളതായ കാര്യങ്ങൾ ഓർപ്പിക്കുകയും ചെയ്യുന്ന സുവിശേഷങ്ങളിലാണ് ഇപ്പോൾ നമ്മൾ സംബന്ധിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ തിരുശരക്തങ്ങൾ മുകളിലേക്ക് ഉയർത്തി ആഘോഷിച്ചത് സ്വർഗാരോഹണം ചെയ്ത് യേശുവിനെ കാണിക്കുവാനുമായിരുന്നു. നിങ്ങൾ കാസായും വിലാസായി ഉയർത്തുന്നത് കണ്ടപ്പോൾ നിങ്ങൾ കേട്ടത് പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെന്നാണ്. അപ്പോൾ കൂടെയുള്ള ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ച് നമ്മളെ വഴി നടത്തുന്ന അവസ്ഥയിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം ആ ആത്മാവിൽ നിറയുന്നതിന് തടസ്സമായി നിൽക്കുന്നില്ല. ബലഹീനതയുടെ യാത്ര പറഞ്ഞ് ആ 10 ദിവസം കാത്തിരുന്നവർക്ക് പെന്തക്കോസ്ത് പെരുന്നാൾ കിട്ടിയ അതേ അനുഭവം നമ്മുടേതായി തീരുവാൻ വേണ്ടി നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുകയാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഈ സമയം ഈ പരിശുദ്ധാത്മാവിൻ്റെ വരവിനെയും പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെയും കുറിച്ചുള്ള നമ്മുടെ ധാരണ എങ്ങനെയാണെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഈ ഭൂമി പാഴ്ശൂന്യമായിരുന്നപ്പോൾ വെള്ളത്തിന്മേൽ പരിവർത്തിച്ച് ഭൂമിയെ സൃഷ്ടിക്കുന്നതിൽ രഹസ്യമായ വേല ചെയ്ത ആ ഒരു പങ്കിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ ആദ്യം നമ്മളതാണ് കാണുന്നത്. ഭൂമി പാഴും ശൂന്യമായിരുന്നപ്പോൾ വെള്ളത്തിന് മീതെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ശൂന്യമായ ചില വശങ്ങളുണ്ട്. ആത്മശരീര മനസ്സുകളിൽ നമ്മുടെ ജീവിതത്തിൽ പാഴും ശൂന്യവുമായ ചില വശങ്ങളുണ്ട്. അത് പിശാചുണ്ടാക്കിയതാണ്. നമ്മൾ പാപം ചെയ്തപ്പോൾ, വീണുപോയപ്പോൾ, തകർന്നു പോയപ്പോൾ നമ്മളെ പാഴും ശൂന്യമാക്കി അങ്ങനെ തകർത്ത് കളഞ്ഞ ഒരു വശം എല്ലാ സ്ഥാപനങ്ങൾക്കും, എല്ലാ കുടുംബങ്ങൾക്കും, എല്ലാ വ്യക്തികൾക്കും ഉണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു.
അവിടെ പരിശുദ്ധാത്മാവ് രഹസ്യമായി വ്യാപരിക്കുന്നൊരു കാലമുണ്ട്. ആ പ്രത്യാശയോടെ എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഓഫീസിൽ, എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും പണി പൂർത്തിയാകാത്ത നിലങ്ങളുണ്ടെന്ന് സമ്മതിച്ചാൽ പരിശുദ്ധാത്മാവ് അവിടെ പണി നടന്നുകൊണ്ടേയിരിക്കുന്നു. ഈ കാണുന്ന ഭൂമിയിൽ കാണുന്ന എല്ലാം അങ്ങനെ പരിശുദ്ധാത്മാവ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് എന്തില്ല എങ്കിലും വെള്ളവും പരിശുദ്ധാത്മാവും കൂടി ഉണ്ടെങ്കിൽ അവിടെ അത് സൃഷ്ടിക്കാൻ സാധിക്കുമെന്നുള്ള പ്രത്യാശയുടെ സന്ദേശം അതിനകത്തുണ്ട്. നമുക്ക് എന്തെല്ലാം ഇല്ലായ്മകളുണ്ടെങ്കിലും അല്ലായ്മകളുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിന് വ്യാപരിക്കാൻ ഇച്ചിരി വെള്ളം കൊടുക്കാനുണ്ടോ? നമ്മുടെ കണ്ണിലെ കണ്ണുനീരാണ് പരിശുദ്ധാത്മാവിന് വ്യാപരിക്കാൻ കൊടുക്കേണ്ട വെള്ളം. ആ കണ്ണുനീർ കർത്താവ് തുരുത്തിയിലാക്കി വയ്ക്കും. അത് സ്വർഗത്തിലൊരു തുരുത്തിയുണ്ടെന്നാണ് 56-ാം സങ്കീർത്തനം പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഇല്ലായ്മകളും അല്ലായ്മകളും ഓർത്ത് നിരാശയുടെ കണ്ണുനീരല്ല ഒഴിക്കേണ്ടത്, പ്രത്യാശയുടെ കണ്ണുനീരാണ്. എനിക്ക് ഇല്ലായ്മയുണ്ട്, വല്ലായ്മയുണ്ട്, ശൂന്യതയുണ്ട്, പാഴ്സ്ഥലങ്ങളുണ്ട്, നിലങ്ങളുണ്ട്. അവിടെയെല്ലാം ആദിയിൽ വെള്ളത്തിന്മേൽ പ്രചരിച്ച പരിശുദ്ധാത്മാവ് വന്ന് അവിടെയും അവിടുന്ന് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ നന്ദി, ഞാനതിന് സഹകരിക്കുന്നു, ഞാൻ എത്ര നാൾ കാത്തിരിക്കണമെന്ന് ചോദിച്ച് അങ്ങനെ രഹസ്യമായി മൗനമായി പാഴും ശൂന്യമായിടത്തെ സൃഷ്ടി പൂർത്തീകരിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനോട് സഹകരിക്കേണ്ട ഒരു കാലം നമുക്കുണ്ട്. അതേ പരിശുദ്ധാത്മാവാണ് പരിശുദ്ധ കന്യമറിയാമിൻ്റെ പ്രായപൂർത്തിയായ ജീവിതത്തിലേക്ക് കടന്നു വന്ന് മാതാവിനെ വചനം മാംസം ധരിച്ച് രക്ഷകനായ യേശുവിനെ ഗർഭം ധരിച്ച് പ്രസവിച്ച് വളർത്തിയെടുക്കാനുള്ളൊരു വലിയ ഭാഗ്യം പരിശുദ്ധാത്മാവ് കൊടുക്കുകയാണ്. അത് നമ്മുടെ ഉള്ളിൽ നടക്കണം. നമ്മുടെ ദൈഹിക മണ്ഡലത്തിലെ ആലോചനകളാകുന്ന വെള്ളത്തിൽ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചാൽ ദൈവത്തിൻ്റെ ആലോചനകളും നമ്മുടെ ആലോചനകളും കൂടെ സമ്മേളിച്ച് കഴിയുമ്പോഴാണ് വീണ്ടും ജനനത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്ന കാര്യം ഓർപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ജനിച്ച് ദൈവരാജ്യം കാണുന്നവരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നവരുമാകുവാൻ ലോകത്തോട് യാത്ര പറഞ്ഞ് ലോകത്തിൽ നിന്ന് നമ്മളെ വീണ്ടും ജനിപ്പിച്ച് ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലാക്കി ദൈവരാജ്യം കാണാനൊക്കുന്നവരാകാൻ സാധിക്കുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദീമോസുമായുള്ള കർത്താവിന്റെ ചർച്ചാവേളയിൽ കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാണെന്നുള്ള കാര്യം. അപ്പം ജഡത്താൽ ജനിച്ച ജഡമാണ് ഇരിക്കുന്നത്, നമ്മളിരിക്കുന്ന കാണപ്പെടുന്ന ശരീരം. അതിൻ്റെ ഉള്ളിൽ ആത്മാവിൽ നിന്ന് ജനിച്ച ഒരു ആത്മാവ് ദൈവ പൈതലായ സ്വർഗരാജ്യം കണ്ടും അതിൽ പ്രവേശിച്ചും കൊണ്ട് വളരേണ്ടതായിട്ടുണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ആ വീണ്ടും ജനത്തിൻ്റെ അനുഭവം കൊണ്ട് മാത്രമേ നമുക്ക് ദൈവ പൈതലായി ദൈവത്തിൻ്റെ രാജ്യത്തിൽ പ്രവേശിച്ച് ദൈവരാജ്യത്തിലെ അവകാശിയാകാനൊക്കെ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഈ കുടിശ്ശിക പണികളെല്ലാം നടക്കട്ടെ. നമ്മുടെ ഇന്നത്തെ കണ്ണുനീരിൽ ദൈവാത്മാവ് വ്യാപരിച്ച് പാഴ്ശൂന്യമായ ഭൂമിയിൽ ചെയ്ത പണി, മാതാവിൻ്റെ ഉദരത്തിൽ ചെയ്ത പണി, മാതാവിൻ്റെ ഹൃദയത്തിൽ ചെയ്ത പണി, മാതാവിൻ്റെ ആലോചനകൾ ചെയ്ത പണിയെല്ലാം നമ്മളിൽ പൂർത്തീകരിച്ച് നമ്മുടെ ഉള്ളിൽ യേശുവിനെ നമ്മൾ വളർത്തുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പൗലോസ്ലീഹ മാനസാന്തരപ്പെട്ടതിന് ശേഷം അത് സാക്ഷിക്കുന്നുണ്ട്. ഗലാത്യർ 2:20 ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ജീവിച്ച യേശുവിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ആ യേശു നമ്മുടെ ഉള്ളിൽ ജനിച്ച് വളർന്ന് മരിച്ച് സ്വർഗ്ഗാരോഹണം ചെയ്ത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അതിനുശേഷമേ നമുക്ക് പെന്തക്കോസ്തിയുടെ അനുഭവങ്ങളൊന്നും കാര്യം ഓർപ്പിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ 10 ദിവസത്തിൻ്റെ പല പ്രാവശ്യം പ്രസംഗിച്ചതാണ്. നിർഭാഗ്യം വെച്ചാൽ എല്ലാവർക്കും വരാനത്തില്ല. അതുകൊണ്ട് ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണത്. അതുകൊണ്ട് കഴിഞ്ഞ 10 ദിവസത്തെ പരിപാടികൾ ഈ കാര്യം എല്ലാ 10 ദിവസവും കേട്ടവരുണ്ട്, ചില ദിവസം കേട്ടവരുണ്ട്, ഇന്ന് മാത്രം കേൾക്കുന്നവരുണ്ട്. ആ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് ഇന്ന് ഈ പെന്തക്കോസ്തിയുടെ ശുശ്രൂഷ ചുരുങ്ങിയ ക്രമമായി എടുക്കുന്നുള്ളൂ. 1ഉം 2ഉം ശുശ്രൂഷകൾ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും നടത്തി കഴിഞ്ഞു. ഇത് 3ാമത്തെ ശുശ്രൂഷ 1ഉം 2 ശുശ്രൂഷയുടെ സാരാംശം കൂടെ ചേർത്ത് ചുരുങ്ങിയ ക്രമമായി ഉപയോഗിക്കുകയാണ്. കാരണം സമയം ഇപ്പോൾ തന്നെ 11 പോകുന്നു. 12 മണിക്കെങ്കിലും നമുക്ക് തീർക്കേണ്ടതായിട്ടുണ്ട്. സമയപരിമിതി കൊണ്ട് കഴിഞ്ഞ 2-3 ദിവസമായി, കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഈ പെന്തക്കോസ്തിയുടെ ശുശ്രൂഷകളുടെ ഒരുക്കങ്ങളും അതിൻ്റെ ഓരോ ഘട്ടങ്ങളും കടന്നു കഴിഞ്ഞു. നമ്മളതിൻ്റെ സമാപന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. പെന്തക്കോസ്തിയുടെ ശുശ്രൂഷയ്ക്കായിട്ടുള്ള പുതിയ ക്രമത്തിൻ്റെ പേപ്പർ വേണ്ടിയവരെ ഇത് ആ ശുശ്രൂഷക്കാരുണ്ടെന്ന് കൊടുത്താട്ട് ആ പേപ്പറിൽ നമ്മുടെ ശുശ്രൂഷാക്രമത്തിൻ്റെ പുസ്തകവും വേണം, ഈ പേപ്പറും കയ്യിൽ വേണം. ഈ പേപ്പറിനകത്ത് പേജ് നമ്പർ എഴുതിയിട്ടുണ്ട്. 117, 119, 121 എഴുതിയിട്ടുണ്ട്. ആ പേജിലെ പാട്ട് ചൊല്ലേണ്ടി വരും. ഇതിലെ പ്രാർത്ഥന നിങ്ങൾ നോക്കി അതിൽ സഹകരിക്കേണ്ട കാര്യമെന്ന് തരുന്നത് കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഈ സമയത്ത് നമ്മുടെ ഒരുക്കം പൂർത്തീകരിച്ച് 10 ദിവസം കാത്തിരുന്ന ആ 120 പേരുടെ അവസ്ഥയിലേക്ക് നമ്മളെ ഉയർത്തി തയ്യാറാക്കുവാൻ നമ്മളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതൊരു അപേക്ഷയായ ദിവസത്തിലേക്ക് സമർപ്പിക്കണം. പരിശുദ്ധാത്മ അഭിഷേകം ജ്വലിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ധ്യാനമന്ദിരങ്ങളിലും ധ്യാന യോഗങ്ങളിലൊക്കെയും പാടാറുള്ള ഒരു പാട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ്. ഇത് 10 ദിവസം തുടർച്ചയായി കാത്തിരുന്നതിന് ശേഷം ചെയ്യേണ്ട
ഒരു ശുശ്രൂഷയാണ്. നമ്മളെ കൊണ്ടത് പറ്റിയില്ല. 10 ദിവസത്തിൽ ശാല സമയം നിങ്ങൾ എടുത്തു കാണും, ചില ദിവസം ഒത്തു കാണും. ആ കുറവ് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ഒത്തൊരുമിച്ച് ഒരു അപേക്ഷ ദൈവം സമർപ്പിക്കുകയാണ്. അതിനാധാരമായ ഒരു വേദഭാഗമുണ്ട്. അത് ലൂക്കോസിന് സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 13-ാം വാക്യമാണ്. ഈ ഭൂമിയിലുള്ള പിതാക്കന്മാർ എത്ര ദോഷമുള്ളവരാണെങ്കിലും എത്ര ബലഹീനതയുള്ളവരാണെങ്കിലും മക്കൾ വല്ലതും ചോദിച്ചാൽ അവർ കൊടുക്കാറില്ലേ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്വനായ പിതാവിനോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ ഇത്രയധികം തള്ളും. ആ ഒരു വാക്കിന്മേൽ പിടിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങൾ ദോഷികളാണ്, പാപികളാണ്, ബലഹീനരാണ്, ഞങ്ങളുടെ കുറവുകൊണ്ട് ഞങ്ങളുടെ കോപിക്കരുത്, ഞങ്ങളതെല്ലാം ഏറ്റുപറഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് പുത്തൻ അഭിഷേകം വേണം. മാമോദിസായിൽ കിട്ടിയ അഭിഷേകം പോരാ, കഴിഞ്ഞ കുർബാന കിട്ടിയത് പോരാ, കഴിഞ്ഞ കൊല്ലം കിട്ടിയത് പോരാ. ഇന്ന് പുത്തൻ അഭിഷേകമാണ്. ഇന്നും പുതുക്കി കുർബ തരാൻ കർത്താവ് തയ്യാറാണ്. അതുകൊണ്ട് പുത്തൻ അഭിഷേകത്തിന് വേണ്ടി ഒരു അപേക്ഷ ഇപ്പോൾ സമർപ്പിക്കാൻ പോവാം. ആ അപേക്ഷ സമർപ്പിച്ചിട്ട് ആരാധന തുടങ്ങാൻ പോവാന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ആ അഭിഷേകത്തിന് വേണ്ടിയുള്ള അപേക്ഷ ഒരു പാട്ടായിട്ട് ഇപ്പോൾ ചുരുങ്ങിയ വാചകങ്ങളിൽ ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങളെ പഠിപ്പിക്കുന്നു. അത് പാടിക്കൊണ്ട് നമ്മളിപ്പോൾ ആരാധനയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഈ കാര്യം എല്ലാം കേട്ടില്ല. അഗ്നി അഭിഷേകം, അഗ്നി അഭിഷേകം, പുത്തൻ അഭിഷേകം നൽകുക പരിശുദ്ധാത്മാവേ. നന്ന് എഴുന്നേറ്റാട്ടെ. അതിനുവേണ്ടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോകാം. അഗ്നി അഭിഷേകം പഠിക്ക. അഗ്നി അഭിഷേകം, അഗ്നി അഭിഷേകം, പുത്തൻ അഭിഷേകം നൽകുക പരിശുദ്ധാത്മാവേ. അഗ്നി അഭിഷേകം, അഗ്നി അഭിഷേകം, പുത്തൻ അഭിഷേകം നൽകു പരിശുദ്ധാത്മാവേ. അഗ്നി അഭിഷേകം, പുത്തൻ അഭിഷേകം നൽകു പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 14 തിരുവചനങ്ങൾ 1 മുതൽ 17 വരെ. യോഹന്നാൻ 14-ന്റെ 1 മുതൽ 17 വരെ. യേശു അരുളി ചെയ്തു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാനാണ് പോകുന്നത്. ഞാൻ പോയാൽ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കും. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കുവാൻ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകും. ഞാൻ എങ്ങോട്ട് പോകുന്നുവെന്ന് നിങ്ങൾക്കറിയാം, വഴിയും നിങ്ങൾക്കറിയാം. അപ്പോൾ തോമസ് അവനോട് പറഞ്ഞു, കർത്താവേ, നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴിയെ ഞങ്ങൾ എങ്ങനെ അറിയും? യേശു അവനോട് പറഞ്ഞു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. എന്നിൽ കൂടിയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. ഫിലിപ്പോസ് യേശുവിനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ, ഞങ്ങൾക്ക് അത് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞു, ഫിലിപ്പോസേ, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരുന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലയോ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നതെന്ത്? ഞാൻ പിതാവിലും പിതാവിനിലും ആണെന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ പറയുന്ന വചനങ്ങൾ സ്വയമേധയാ പറയുന്നതല്ലെന്നും പിതാവിനിൽ വസിച്ച് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നുവെന്നും ഞാൻ പിതാവിലും പിതാവിനിലും ആകുന്നുവെന്നും നിങ്ങൾ വിശ്വസിക്കുക. അഥവാ പ്രവൃത്തികൾ നിമിത്തമെങ്കിലും വിശ്വസിക്കുക. സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതുകൊണ്ട് അവയിൽ വലിയവയും അവൻ ചെയ്യും. എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്നതെല്ലാം പിതാവ് തൻ്റെ പുത്രൻ മൂലം മഹിമയുള്ളവനാകുവാൻ ഞാൻ നിങ്ങൾക്ക് സാധിച്ചു തരും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് ചോദിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് സാധിച്ചു തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കും.
എന്നാൽ ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കും, അവൻ മറ്റൊരു കാര്യത്തിന് എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് കഴിയുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ അവനെ അറിയുന്നു. പന്തിക്കുരിശി പെരുന്നാളിൻ്റെ മുട്ടുകുത്തലിൻ്റെ സമയത്തിന് നമ്മളെ ഒരുക്കുവാൻ വേണ്ടി വേദഭാഗം തന്നിരിക്കുന്നു. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. ഈ പരിശുദ്ധാത്മാവിനെ അറിയാനോ കാണാനോ സാധ്യമായിരിക്കുന്ന ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു. പക്ഷേ ആ ലോകം നമ്മുടെ അകത്തു നിന്ന് പുറത്തേക്ക് നോക്കളയാൻ സാധിക്കും. നമ്മുടെ ഉള്ളിലെ ലോകം നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും. അപ്പോഴാണ് കളകൾ കൊയ്യപ്പെട്ട് അത് കത്തിച്ച് അത് വളമാക്കി ആത്മഫലങ്ങൾ വിളയിക്കുന്ന അവസ്ഥയിൽ പരിശുദ്ധാത്മാവിനെ കാണുന്നവരാകുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ പറഞ്ഞെങ്കിലും നമ്മൾ ലോകത്തെ ഉപേക്ഷിക്കണമെന്നാണ് പറയുന്നത്. ലോകത്തെയും ലോകത്തുള്ളതിനെ സ്നേഹിക്കരുത്. ജഡമോഹം കൺമോഹം ജീവിതത്തിന്റെ പ്രതാപം ഇതെല്ലാം പിശാചിൻ്റെതാണ്. അതിനെ ഉപേക്ഷിച്ചാലേ പരിശുദ്ധാത്മാവ് നമ്മുടെ അത് കയറാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ അകത്ത് കയറ്റണമെങ്കിൽ ലോകത്തെ പുറത്താക്കണം. അതിനുവേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുക. ഓരോ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുമ്പോഴും കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാവണം അർത്ഥമുള്ള പ്രിയലായുസ്വം ചെല്ലാൻ പോവുക. സ്വന്തം വഴിയും വിചാരവും ഉപേക്ഷിച്ച് ദൈവത്തിന്റെ വഴിയും വിചാരവും മതിയെന്ന് ഞങ്ങോട്ട് ഉയർന്നു ചെല്ലുന്നവർക്കാണ് കരുണ കിട്ടുന്നത്. ദുഷ്ടൻ നിന്റെ വഴിയെയും നീതി കെട്ടൻ നിന്റെ വിചാരത്തെ ഉപേക്ഷിച്ച് തങ്ങളിലേക്ക് തിരിയാമെങ്കിൽ കരുണ ലഭിക്കും എന്ന് പറഞ്ഞ വാക്തപ്രകാരം കരുണ യാചിക്കാൻ പോവുക. നമ്മൾ ലോകത്തിൽ പറഞ്ഞവരാണെങ്കിൽ ലോകത്തോട് യാത്ര പറയുക. റിബേക്ക തന്റെ കയ്യിൽ മോതിരം വീണ് കഴിഞ്ഞപ്പോൾ ആങ്ങളെ ഉപേക്ഷിച്ചു, അപ്പനെ ഉപേക്ഷിച്ചു, അമ്മയെ ഉപേക്ഷിച്ചു, വീടിനെ ഉപേക്ഷിച്ചു. എനിക്ക് എൻ്റെ എച്ചായ മതി എന്ന് പറയും. പെടി 10 ദിവസം നിൽക്കടി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഹൃദയം അങ്ങ് പോയി, ഇനി ഇവിടെ നിൽക്കാൻ കഴിയുമ്പോൾ ആ അവസ്ഥ നമുക്ക് വന്നാലേ ആത്മാവിൽ നിറയാൻ. അതാണ് നമ്മൾ ലോകത്തിൽ പറഞ്ഞവരാ. നമുക്ക് ഒത്തിരി പേരുണ്ട്, ഒത്തിരി കാര്യങ്ങളെല്ലാം വിട്ടാല് നമുക്ക് കല്യാണം ഉറച്ച് മോതിരം വീണ്ടും കയ്യെ വീണിരിക്കുക. മോതിരം കയ്യെ വീണതുകൊണ്ട് എൻ്റെ പ്രാണപ്രിയ എന്നെ കാത്തിരിക്കുന്നത് എനിക്ക് പോകണം. അതെ, നമ്മുടെ ശരീരം മാത്രം ഇവിടെ കിടക്കട്ടെ, ബോധവും വിചാരഹൃതി അങ്ങോട്ടങ്ങ് പോകട്ടെ. അപ്പോൾ ആ പരിശുദ്ധാത്മാവെന്ന കാര്യം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. അതിനായി ഈ ഫ്രീലായി സഞ്ചരിക്കാനുള്ള വിഷയങ്ങൾ ഓരോന്നിപ്പോൾ പറയും, അത് നമുക്ക് കേൾക്കാം. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി